ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ക്ലാസ്സിലോട്ടൊന്നും പോകണ്ടേ? അത് തന്നെ, സമയത്രയായിരുന്ന നിങ്ങളുടെയൊക്കെ വിചാരം? എത്രയായി? സമയം 10:30 11 മണിക്ക് ഫസ്റ്റ് പീരീഡ് അങ്ങ് കഴിഞ്ഞു കിട്ടും. അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യാ? ഓ, നല്ല കാര്യം. ഫസ്റ്റ് പീരീഡ് ആ ജീവനെ സഹിക്കണ്ടല്ലോ. പിന്നെ ഭയങ്കര നല്ല കാര്യം. ഫസ്റ്റ് പീരീഡ് അങ്ങനെ കട്ട് ചെയ്ത പിന്നെ ഓഫീസിൽ കൊണ്ടുവന്നു, പാരന്റ്സിനെ വിളിക്കുന്നു. പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യല്ലേ. ആ, പറഞ്ഞ പോലെ അതും ശരിയാ. ഇപ്പൊ എന്താ ചെയ്യാ? ഏയ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? പിന്നെ ടെൻഷൻ ആവാതെ സാറോട് ഇപ്പൊ നമ്മൾ എന്താ പറയാ? ഏയ്, അതൊന്നും നിങ്ങളെ പേടിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താടാ, എന്താ നിന്റെ പ്ലാന്? ആ, അതൊക്കെയുണ്ട്. നിങ്ങളെല്ലാരും എന്റെ കൂടെ തന്നെ നിന്നാ മാത്രം മതി. ലാസ്റ്റ് എല്ലാ പ്ലാനും കൂടി പൊട്ടിപ്പാളി സവാണ്ട് നിന്നാ മതി. ഇല്ലെന്നേ, നിങ്ങൾ കണ്ടോ ഈ അലക്സിന്റെ അഭിനയം? എന്താവോ എന്തോ. എന്തായാലും വാ, നമുക്കൊന്ന് പോയി നോക്കാം. സാർ, ലെറ്റ് മീ കമ്മിങ്. ലെറ്റ് മീ കമ്മിങ്ങോ? ആ, നമ്മളിപ്പോ 4 പേരില്ലേ, അപ്പൊ എങ്ങനെയാ മേ കമ്മിങ് എന്ന് പറയുന്നേ? ഓ ഓ, അങ്ങനെ. ആഹാ, 4 പേരുണ്ടല്ലോ. 4 കൂടി എവിടെ പോയി കിടക്കുമായിരുന്നു? സാർ, അത് പിന്നെ രാവിലെ പിയാനോ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ, അപ്പോ നമ്മൾ അതിന് പോയേക്കുമായിരുന്നു. ആണോ? 4 പേരും ഒരുമിച്ച് പിയാനോ ക്ലാസ്സിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ആ, അതെ സാർ, ഞങ്ങൾക്ക് 4 പേർക്കും പിയാനോ പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ 4 പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ ആ പിയാനോ മാസ്റ്ററോട് ചോദിച്ചോളാം ആരൊക്കെയാ പേര് കൊടുത്തേന്ന്. ആ, അതിനെന്താ സാർ, ചോദിച്ചോ, ഇപ്പൊ തന്നെ ചോദിച്ചോ. ഇവേ ഇത്രയൊക്കെ പറയുമ്പോ ഞാനൊന്നും പറയാതിരിക്കുന്നത് മോശമല്ലേ? ആ, അതിനെന്താ സാർ, ഇപ്പൊ തന്നെ ചോദിക്കാം. വാ സാർ, നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം സാർ. ഈശ്വരോ, ഇവളിതിപ്പോ കോളമാക്കും. ആ, ബെസ്റ്റ്. നല്ല ആളോടാ ഇവൻ അഭിനയിക്കാൻ പറഞ്ഞത്. ആയിക്കോട്ടെ, ഇപ്പൊ 4 ക്ലാസ്സിലേക്ക് കേറും. ഞാൻ പിന്നെ ചോദിച്ചോളാം. ഓക്കെ സാർ, താങ്ക് യു. എല്ലാവരും തകർത്ത് അഭിനയിക്കുവാണല്ലോ. കൊള്ളാം കൊള്ളാം. ഈ സാൻഡ്ര ഇപ്പൊ ഒന്നും പറയാത്തത് നിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ അലക്സ് ഉള്ളതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാരും കള്ളത്തരം പൊളിച്ച് കയ്യിൽ തന്നേനെ ഈ സാൻഡ്ര. ഓ, കഷ്ടിച്ച രക്ഷപ്പെട്ടെ. പിന്നെ ഞാനുള്ളതോണ്ടാ, അല്ലേ കാണായിരുന്നു. നീ പിന്നെ പോളിയല്ലേടാ. മതി മതി. എന്തൊക്കെയായാലും അലക്സിന്റെ പ്ലാൻ കൊള്ളാലേ. നൈസായിട്ടല്ലേ നമ്മൾ രക്ഷപ്പെട്ടെ. അതെ, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നിട്ട് എന്റെ അഭിനയം? ഞാൻ അങ്ങനെ പറഞ്ഞതോണ്ടാ സാറ് നല്ലതുപോലെ അങ്ങ് വിശ്വസിച്ച്. പിന്നെ നിന്റെ ഒറ്റൊരു അഭിനയം കൊണ്ടേ നമ്മുടെ പ്ലാൻ എല്ലാം പൊട്ടി പാളീസാവേണ്ടതായിരുന്നു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? നീയേ വാ, ഇപ്പൊ ചോദിക്കാം, ഇപ്പൊ തന്നെ ചോദിക്കാന്ന് പറയുമ്പോ സാരെങ്ങാനും പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോളെ ആ അവസ്ഥ നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. അത് ശരിയാ. എന്തായാലും സാറ് പോയി ചോദിക്കുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. പിന്നെ അതിന് കഴിഞ്ഞ ജന്മത്തില് മോളും എല്ലാം മെന്റലിസ്റ്റ് ആയിരുന്നോ? അല്ലടി, സൈക്കോളജിസ്റ്റ് ആയിരുന്നു. എന്താ മോക്ക് പഠിപ്പിച്ചായിരുന്നോ? അയ്യോ വേണ്ടേ, എന്നെ വിട്ടേര്. അലക്സ്, ക്ലാസ്സിൽ തന്നെയാണോ അതോ? ആ, എന്താ സാർ, സാറെന്താ ഇപ്പൊ പറഞ്ഞേ? ഞാൻ കേട്ടില്ലായിരുന്നു. എങ്ങനെ കേൾക്കാനാ? ഇവിടെയെങ്ങും അല്ലല്ലോ ശ്രദ്ധ, വേറെ എവിടെയോ അല്ലേ? അല്ല സാർ, ഞാൻ ക്ലാസ്സിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നേ. ആണോ? ഗ്ലാസിന്റെ ആ ഭാഗത്താണോ? അത് പിന്നെ സാർ, ആ ജനലിന്റെ അടുത്തൂടെ ഒരു പൂച്ച പോയപ്പോ അതിനെ നോക്കിയിരുന്നതാ സാർ. സോറി. ആണോ? അങ്ങനെയാണെ മോൻ എണീറ്റിട്ട് ദേ അവിടെ പോയിരുന്നോ? ഇവിടെ ഇരുന്ന മോനെ കണ്ട പൂച്ചേനെയും കാക്കേനെയും പട്ടിനൊക്കെ നോക്കി ഗ്ലാസ് ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാട്ടോ അവിടെ പോയിരുന്നു. ആഹാ, ഗോൾ അടിച്ചല്ലോ മോളെ. അലക്സേ, നിന്റെ അടുത്ത് ഇരിക്കാൻ പോകുന്നേ. മോനെ, അവിടെയല്ല, ഇവിടെ. ലിയ, കുറച്ചങ്ങ് നീങ്ങിയിരുന്നേ. സാർ, അത് പിന്നെ അത് വേണോ? ആ, വേണം. മര്യാദക്ക് അവിടെ പോയിരിക്കടാ. ആഹാ, നല്ല ബെസ്റ്റ് സാറ്. അളിയ, ഓൾ ദി ബെസ്റ്റ്. കുറച്ചേക്ക് നീങ്ങിയിരിക്കടി, നിന്റെ ചെക്കൻ അവിടെ നിന്ന് ഇരുന്നോട്ടെ.
ഒന്ന് ചുമ്മാ തിരിയടി, സാറ് കേക്കും. What the fuck? എന്താ ഇത്? ഇന്ന് ഇവരുടെ ദിവസമാണല്ലോ. ഓ, എനിക്കിത് കണ്ടോണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. I can't. Sir, may I go to washroom please? നോ, ഇപ്പൊ പറ്റില്ല. നെക്സ്റ്റ് വീട് പോയാൽ മതി. അവിടെ ഇരിക്കും. No sir, I am urgent. എനിക്കിപ്പോ പോയേ പറ്റൂ. Please sir. ഓക്കെ, എന്നാ വേഗം പോയി വാ. Okay sir, thank you sir. നീ എവിടേക്കാ? എന്നെയും കൂടെ കൊണ്ടോ? നീ ഒന്ന് വിട്ടേടി. ഇതൊന്നും കണ്ടോണ്ട് എനിക്കവിടെ നിൽക്കാൻ വയ്യ. ഞാൻ പോവാ. നീ പോവല്ലേ? ഈ അലക്സ് വിട്, സാറ് ശ്രദ്ധിക്കും. ഇല്ല, സാറ് എഴുതുവല്ലേ, പിന്നെന്താ? ആ, എന്നാലും ഒരെന്നാലും ഇല്ല. താനൊന്ന് ചുമ്മാതിരിക്കെ. ഞാനൊന്നും കാണുന്നില്ലേ, ഞാനൊന്നും കേൾക്കുന്നില്ലേ. No. You guys are continue. I'm not disturbed. Okay? എടാ അലക്സേ, ഇതാ മറ്റവളല്ലേ? ഇവളെന്താ വീണ്ടും ഇവിടെ? അതാരാ? നിനക്കിപ്പോ ഒരു മൈൻഡും ഇല്ലല്ലോ. ഇതാര്? ജൂലിയോ? എപ്പെങ്കിലൊക്കെ ഒന്ന് സ്കൂളിൽ വരണോടി, എന്നാലേ മൈൻഡൊക്കെ ആക്കാൻ പറ്റൂ. എടാ, അത് പിന്നെ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ എന്റെ പപ്പയുടെ ആക്സിഡന്റിന്റെ കാര്യം. അത് ശരിയാ. എന്നിട്ട് പപ്പയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ആടാ, ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ആണോ? അല്ല, എവിടെ പോയി നമ്മുടെ ജാക്ക്? അവനിത് ആ ക്യാൻറ്റീൻ കാണും. വേറെ എവിടെ പോവാനാ? അത് ശരി, അവനീ പണി ഇനി നിർത്തിയിട്ടില്ല അല്ലേ? ഓ, ഇതെന്താ? ഞാനെന്താ പോസ്റ്റോ? ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക്. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു. ഇതാ മറ്റവളല്ലേ അന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ നിന്നെ തന്നെ വായി നോക്കിയെന്ന് ആ പെണ്ണ്? വായി നോക്കുന്നതിന്റെ മറ്റവൻ അല്ല, പിന്നെ കൊറേ നേരമായി. ഇവളെന്തിനാ ഈ പെണ്ണോട് ഇങ്ങനൊക്കെ പറയുന്നേ? ജൂലി, നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഇവള്. അലക്സ്, ഞാൻ പോവാ. നീ വരുന്നുണ്ടെങ്കിൽ വാ. ലിയ, നീ ഇതെവിടേക്കാ? എന്റെ ബസ് ഇപ്പൊ വരും, എനിക്ക് പോണം. ലിയ, അവിടെ നിക്ക്, പോവല്ലേ. അലക്സ്, വീട്, എനിക്ക് പോണം. അവള് പോട്ടെ, അതിന് നിനക്കെന്താ? അവക്കല്ലേ ഇത്തിരി ജാട കൂടുതലാ. ദേ ജൂലി, കാര്യം എന്താന്ന് അറിയാതെയാ നീ ഓരോന്ന് സംസാരിക്കുന്നേ. നീ എന്തിങ്ങനൊക്കെ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? അയ്യോ, നീ ഒന്നും ചെയ്യണ്ട, ചെയ്തിടത്തോളം മതി. അലക്സ്, നിക്ക്. നീ എവിടേക്കാ? നീ പൊക്കോടി, നമുക്ക് പിന്നെ കാണാം. ഇവനിതെന്ത് പറ്റിയതാ? അവന്റെ ഒരു ജൂലി. അവൾ ആരാന്ന് അവളെ വിചാരം? ലോക സുന്ദരിയാണോ? കാണുമ്പോ തന്നെ കളി കയറി വരുന്നുണ്ട് എനിക്ക്. ആണോ? എവിടെന്നാ കളിയേറുന്നേ? ഓ, വന്ന മഹാരാജാവ്. എന്താടോ, കലിപ്പിലാണോ? അല്ലല്ലോ, നല്ല സന്തോഷത്തിലാ. എന്തേ? ഓഹോ, അങ്ങനെയാണോ? അതെ. ആണോ? എന്നാ പിന്നെ അലക്സ്, വേണ്ടോ? എന്റെ അടുത്തോട്ട് വരണ്ടോ? വരണ്ടേ? അലക്സ്, ആരെങ്കിലും കാണും? ആരും കാണില്ല. ഒന്ന് പൊയ്ക്കേ. കൊള്ളാലോ മോന്റെ കയ്യിലിരിപ്പ്. ആ കയ്യിലിരിപ്പേ കൈ തന്നെ അങ്ങ് വെച്ചാ മതി. എന്റെ ബസ് ഇപ്പൊ വരും, ഞാൻ പോവാ. ലിയ, പോലെ നിക്ക്. നിന്റെ പുന്നാര ജോലിയെ നിന്നെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടാവും. ചെന്ന് പോയി സംസാരിക്കേ. അയ്യേ, അവള് നീ വിചാരിക്കുന്ന പോലെ. അല്ല, അവള് ഞാൻ വിചാരിക്കുന്ന പോലെയല്ല. അവളാളൊരു പുണ്യാളെത്തിയും നല്ല മനസ്സിനുടമയോ. അതുകൊണ്ടാണല്ലോ എന്നെ വായി നോക്കിയെന്ന് വിളിച്ചേ. അത് പിന്നെ എത്താ ഞാൻ പറയുന്നത് കേക്ക്. ഡിലിയെ, ബസ് വന്നു, വേഗം വായോ. ആടി, വരുവാ. എനിക്ക് ഒന്നും കേക്കണ്ട, ഞാൻ പോവാ. ബൈ. ലിയ, അത് പിന്നെ അയ്യോ, ഈ പെണ്ണ് ഞാൻ എന്ത് പറഞ്ഞാ ഒന്ന് മനസ്സിലാക്കുന്നേ? എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? ഓ, മോന്റെ കയ്പ് ഇനി കഴിഞ്ഞില്ലേ ആവോ? ആടാ, കഴിഞ്ഞു. ഇനി ഇതും കൂടെ ഉള്ളോ? നിനക്ക് വേണോ? അയ്യോ, വേണ്ടേ, നീ തന്നെ കേറ്റ്. വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവളെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഇത് എത്രാമത്തെ തവണയാ ഞാൻ വിളിക്കുന്നേ?
ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞ എടുക്കില്ല, പിന്നെ എന്തിനാണാവോ കിടന്ന് വിളിക്കുന്നത്. അവന്റെ ഒരു ജോലി, അവൾ ആരാന്ന് അവളെ വിചാരം? അവള് കാരണം ഇതൊക്കെ സംഭവിച്ചേ. അവൾ എന്തിനാ എന്റെ അലക്സിനോട് ഇങ്ങനെ കൊഞ്ച് സംസാരിക്കുന്നേ? വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇവളായതുകൊണ്ട് എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല. അതാരാ? ഹലോ, ഇവിടെ ഞാനാ. അയ്യോ ഈശ്വര, ഇതാരാ കോൾ അറ്റൻഡ് ചെയ്തേ? ഞാൻ കട്ട് ചെയ്തതാണല്ലോ. കട്ട് ചെയ്യണ്ടതേ താൻ അറ്റൻഡ് ചെയ്യുക ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടോ? ഇല്ല ഇല്ല, ലാസ്റ്റ് പറഞ്ഞ എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല, അതുവരെ കേട്ടിട്ടുള്ളൂ. അയ്യോ, അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞേ, എനിക്ക് അവളെ ഇഷ്ടമല്ല. ആണോ? അതെന്താണാവോ ഇഷ്ടമല്ലാത്തെ? അത് പിന്നെ ഞാനെന്താ അവളെ ഇഷ്ടപ്പെടുന്നേ? അവൾ എന്റെ ആരാ? അവള് തന്റെ ആരുമല്ല, പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഓ ആണോ? എന്നാ പിന്നെ നീ പോയി അവളെ കോൾ ചെയ്യ്, എന്നെ കോൾ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ ബൈ. കട്ട് ചെയ്ത് പോവാണോ? അതെ, മോൻ ചെന്ന് പോയി മോന്റെ ജോലിക്ക് കോൾ ചെയ്യ്, ഞാൻ പോവാ. പിണക്കമാണോ എന്നോടിണക്കമാണോ? അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. അമ്മയുടെ മോനെ സോപ്പിടാനൊന്നും നോക്കണ്ട, ഞാൻ കട്ട് ചെയ്യുക. ബൈ. പോവാണോ? ഇനി എന്താ വേണ്ടേ? എന്താ വേണ്ടേന്ന് പറഞ്ഞാ തരുവോ? പോയെ വേഗം പോ.